ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയെ SIT ചോദ്യം ചെയ്യുന്നു. ഈഞ്ചകലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കേസിൽ സുപ്രീംകോടതി നേരത്തെ ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരുന്നു. PP സഫാൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സഫാൻ, അങ്ങനെ ജയശ്രീയും ചോദ്യമുനയിലേക്ക് എത്തുകയാണ്. നേരത്തെ അറസ്റ്റൊക്കെ സുപ്രീംകോടതി തടഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? അമൃത, ഇപ്പോൾ 1.5 മണിക്കൂറായി ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എസ് ജയശ്രീയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അമൃത സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായ ചോദ്യം ചെയ്യലാണ് SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരമാണ് ഇന്നും നാളെയുമായി ജയശ്രീ ഈ കേസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേസിലെ 4ാം പ്രതിയായ ജയശ്രീ ഇപ്പോൾ ഹാജരായിരിക്കുന്നത്. നേരത്തെ അമൃത സൂചിപ്പിച്ചു, ഈ കേസിൽ ആദ്യമായാണ് 4ാം പ്രതിയായ ജയശ്രീയെ SITക്ക് ചോദ്യം ചെയ്യാനാകുന്നത്. 2019 ഈ സ്വർണം കടത്തുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കടത്തുമ്പോൾ അതിനുള്ള ഉത്തരവ് തയ്യാറാക്കിയത് ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് SITയുടെ ഭാഗത്തുനിന്ന് ചോദ്യമുനയായിട്ട് ഉണ്ടാകുന്നത്. നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചത്, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് കീഴ്ക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതി വരെ അടക്കം സമീപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരുന്നത്. മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറസ്റ്റിലാവേണ്ട ഒരാളാണ്, നിയമപ്രകാരം അറസ്റ്റിലാവേണ്ട ഒരാളാണ് ജയശ്രീ. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഈ കുറ്റകൃത്യത്തിൽ ഒഫൻഡിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് SIT കണ്ടെത്തിയ ഒരാളാണ്. കാരണം ഈ സ്വർണ്ണപ്പാളികൾ കടത്തുമ്പോൾ അതിന് കൃത്യമായ രേഖ ഉണ്ടാക്കി കൊടുക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖ തയ്യാറാക്കിയത് എസ് ജയശ്രീ ആയിരുന്നു. അവരെ നിലവിൽ സഫാൻ, SITയുടെ നിഗമനം അനുസരിച്ച് എങ്ങനെയാണ് ഈ ജയശ്രീ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അമൃത, 2019 ഈ സ്വർണ്ണപ്പാളികൾ കടത്തുന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്നു എസ് ജയശ്രീ. ഈ ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരമാണ് ഈ സ്വർണം ഈ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനുള്ള നിർദ്ദേശമുണ്ടാകുന്നത്. ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കാനുള്ള ഉത്തരവ് തയ്യാറാക്കുന്നത് ജയശ്രീ ആയിരുന്നു. ഈ 2 കേസിലും ഈ കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. ഈ ഉത്തരവ് തയ്യാറാക്കുമായി ബന്ധപ്പെട്ട് തന്നെ എങ്ങനെയാണിത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാൾക്ക്, അത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം അടക്കമുള്ള ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനൊരു ഉത്തരവ് തയ്യാറാക്കുന്നത് എന്നതിനെ കുറിച്ച് തന്നെയായിരിക്കും SITയുടെ ചോദ്യം ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് നടക്കുന്നത് എന്ന് തന്നെയാണ് SIT വൃത്തങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ അറസ്റ്റിലായ മുരാരി ബാബു അടക്കമുള്ള ഈ കേസിൽ അറസ്റ്റിലായ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിലായ ആളുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ കൃത്യമായ തെളിവ് ജയശ്രീക്കെതിരെയും ഉണ്ടായിരുന്നു. SIT തന്നെ പറയുന്നത് ഈ ഒഫൻസിൽ നേരിട്ട് പങ്കെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾക്കെതിരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജയശ്രീയെയും SIT കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവർ കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി 2 ദിവസം അവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അതിനുശേഷം നാളെയും ചോദ്യം ചെയ്തതിനു ശേഷം അവർ വിട്ടയക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കാളിയുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ പരിശോധന ഫലം കൂടി വരുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഏതായാലും നിർണായകമാണ്. അമൃത.